ഓപ്പറേഷൻ സിന്ധുവിന്റെ തിരിച്ചടിക്ക് പിന്നാലെ പുതിയ തന്ത്രവുമായി ജെയ്ഷെ മുഹമ്മദ് രംഗത്ത്. മസൂദ് അസറിന്റെ പേരിൽ സഹതാപ് റിക്രൂട്ട്മെന്റ് നടത്തുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്ക് വലിയ തിരിച്ചടിയായതിനു പിന്നാലെ ഇപ്പോൾ സംഘടനയാകട്ടെ പുതിയ പ്രചരണ തന്ത്രങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ ആരോഗ്യസ്ഥിതിയും ഓപ്പറേഷൻ സിന്ധൂരിനിടെ തന്നെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതും മുൻനിർത്തിക്കൊണ്ട് യുവാക്കളിൽ സഹതാപം സൃഷ്ടിച്ചുകൊണ്ട് അവരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിവരുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ജെയ്ഷെ മുഹമ്മദ് നേരിട്ട നഷ്ടങ്ങൾ മറികടന്നുകൊണ്ട് സംഘടനയിൽ പുതിയ ആളുകളെ എത്തിക്കുക എന്നതാണ് ഈ പ്രചരണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നതാണ് ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മസൂദ് അസറിന്റെ പ്രസംഗങ്ങളും ആശയങ്ങളും വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ട് യുവാക്കളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായും രഹസ്യാന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെ പ്രചരിപ്പിച്ച വലിയ പഴയ ഓഡിയോ വീഡിയോ ദൃശ്യങ്ങളെ കുറിച്ച് സംശയങ്ങൾ ഉയർന്നതോടുകൂടി തന്നെ ജെയ്ഷെയും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള പിന്തുണാ സംവിധാനങ്ങളും പ്രചരണ രീതി മാറ്റിയതായും ഇവിടെ റിപ്പോർട്ടുകളുണ്ട്. ഇവിടെയാണ് പുതിയ നീക്കത്തിന്റെ അപകടകരമായ വശം ഇവിടെ സൂചിപ്പിക്കുന്നത്. നേരിട്ടുള്ള ഭീകര റിക്രൂട്ട്മെന്റിനേക്കാൾ വികാരങ്ങളെ ഉപയോഗിച്ചുള്ള പ്രചരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അസറിന്റെ കുടുംബാംഗങ്ങളുടെ മരണത്തെ ത്യാഗമെന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിലൂടെ യുവാക്കളിൽ പ്രതികാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വികാരം വളർത്താനുള്ള പ്രതികാരമായുള്ള വികാരം അത് വളർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നതാണ് ഇന്ത്യൻ ഏജൻസികളുടെ വിലയിരുത്തൽ. ഇത്തരം പ്രചാരണ ഉള്ളടക്കങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും വ്യാപകമായി തന്നെ പ്രചരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഓപ്പറേഷൻ സിന്ധൂറിൽ ബഹൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനത്തിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിൽ അസറിന്റെ സഹോദരങ്ങൾ, സഹോദരി, അതുപോലെ തന്നെ മകൻ, പേരക്കുട്ടികൾ ഉൾപ്പെടെ തന്നെ കുടുംബത്തിലെ 10 പ്രമുഖരും ഉന്നത നേതാക്കളും കൊല്ലപ്പെട്ടിരുന്നു. ഈ നഷ്ടങ്ങളെ ത്യാഗമായി ചിത്രീകരിച്ചാണ് പുതിയ റിക്രൂട്ട്മെന്റുകൾ പുരോഗമിക്കുന്നത്. നിലവിൽ കടുത്ത അസുഖബാധിതനായ മസൂദ് അസറിനെ ISI രഹസ്യ സങ്കേതത്തിൽ സുരക്ഷിതനായി തന്നെ പാർപ്പിച്ചിരിക്കുകയാണ്. പൊതുവേദിയിൽ എത്തുന്നില്ല എങ്കിൽ പോലും അസറിന്റെ പ്രകോപനകരമായ പ്രസംഗങ്ങളും ലേഖനങ്ങളും സോഷ്യൽ മീഡിയയിൽ വഴി അത് അവിടെ മദ്രസകൾ വഴിയും പ്രചരിക്കുന്നുണ്ട്. ഹാഫിസ് സായിദിനെയും സായിദ് സലാഹുദ്ദീനെയും ഒക്കെ തന്നെ അധിക്ഷേപിച്ച് കൂടുതൽ പ്രകോപനകരമായി തന്നെ സംസാരിക്കുന്ന അസറിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് യുവാക്കളെ വികാരഭരിതരാക്കാനാണ് ശ്രമം നടത്തുന്നത്. ഇന്ത്യയിലെ പ്രാദേശിക ഭീകര ശൃംഖലകൾക്കും ഇത്തരം ഉള്ളടക്കങ്ങൾ അയച്ചു നൽകിക്കൊണ്ട് ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നുണ്ട് എന്നതാണ് സുരക്ഷാ ഏജൻസികൾ അടക്കം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.